ഹരേ ബ്രഹ്മാർപ്പണമസ്തു. ഏവർക്കും നല്ലൊരു ശുഭദിനം ധന്യമാക്കിക്കൊണ്ട് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച. കാരണം ടി.എസ്. ശ്യാമകുമാർ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാം, അതാകും ശരി. കാരണം അദ്ദേഹം ഒരു പ്രസ്താവനയിൽ രാമായണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ കുചേല ഉപാഖ്യാനത്തെക്കുറിച്ച്, ശ്രീമദ് ഭാഗവതത്തിലെ കുചേല ഉപാഖ്യാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങൾ ശ്രവിക്കുവാൻ ഇടയുണ്ടായി. വളരെ കഷ്ടം തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നല്ല നല്ല ശാസ്ത്രീയമായ തത്വങ്ങളെ ശ്രേഷ്ഠമാക്കിയ രാമായണവും അതിനോടൊത്ത് തന്നെ ശ്രീമദ് ഭാഗവതവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ബ്രാഹ്മണ മേധാവിത്വത്തെ അവഹേളിക്കുവാനുള്ള ഒരു ഗ്രന്ഥസമുച്ചയങ്ങളായി എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങളെ മനസ്സിലാക്കാതെ കൃഷ്ണൻ എന്താണ്, കുചേലൻ അല്ലെങ്കിൽ സുധാമ എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ കഥാ ഉപാഖ്യാനങ്ങളെ എടുത്തുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കുക, ഒരു ദളിത് ഭാവത്തിൽ പിറവിയെടുത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അഴുക്കുകളാണ് പൊതുസമൂഹത്തിലേക്ക് പറത്തിവിടുന്നത് എന്നുള്ളത് പറയാതിരിക്കുവാൻ വയ്യ. കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടുന്ന സമയം ആധികാരികമായിട്ട് ഒരുപാട് മാറിയിരിക്കണം. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ തമ്മിൽ അടിപ്പിക്കുക അല്ലെങ്കിൽ തല്ലുണ്ടാക്കുക, ഇതേപോലെയുള്ള നികൃഷ്ട ജീവികളുടെ താത്വികമായിട്ടുള്ള സ്വഭാവ രീതിയായിട്ട് തന്നെ കാണാം. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുവാൻ വന്ന രാമൻ എന്താണ് ബ്രാഹ്മണ്യം? ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന അവസ്ഥാഭാവം, ജ്ഞാന സ്വരൂപിയായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥയാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഇദ്ദേഹത്തെ പോലെയുള്ള ഞാൻ ബുദ്ധിമാൻ എന്ന് സ്വയം നടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മതലങ്ങളെ ചൂഷണ വിധേയനാക്കണ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നല്ല തലമുറയെ ഭിന്നിപ്പിക്കണ അഭിപ്രായ ഭാവങ്ങളെ കൊണ്ടുവരുന്ന നികൃഷ്ട വർഗീയ ജീവികൾ. എന്താണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്? ജനനന്മയ്ക്കാണോ ഇത് ചെയ്യണത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറേയധികം റീച്ച് കിട്ടുമായിരിക്കും. കുറച്ച് പേർക്ക് ഇത് ആശ്വാസമാകും. കാരണം അങ്ങനെയുള്ളവരാണല്ലോ പൊതുസമൂഹത്തിൽ നല്ലത് കാണുവാനുള്ള കാഴ്ചശക്തി ഇന്ന് പൊതുസമൂഹത്തിന് ഇല്ലാതായിരിക്കണം. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക എന്ന് ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞിരിക്കണു. അതുപോലും വേണ്ട എന്ന ഈ മഹാൻ പറഞ്ഞിരിക്കുന്നത്. കഷ്ടം, ബഹുകഷ്ടം. ഇത് കേൾക്കുവാനോ അനേകായിരം ആൾക്കാരും. കലികാലം എന്നല്ലാതെ എന്തു വിശേഷിപ്പിക്കുവാൻ? കേട്ടപ്പോൾ അതിന്
അവസരോചിതമായിട്ടൊരു മറുപടി പറഞ്ഞു എന്ന് മാത്രം. ആരെയും പരിഹസിക്കുവാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിന്തിക്കുവാനോ വേണ്ടിയിട്ടുള്ളതല്ല. അർത്ഥമറിഞ്ഞ് ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ളിലുള്ള കർമ്മതലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ. മൂഢനായ അല്ലെങ്കിൽ ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് സ്വയം കാണിക്കുന്ന ഇതുപോലെയുള്ള മഹാന്മാരുടെ പിറകെ പോയി കഴിഞ്ഞാൽ ജീവിതം ശാശ്വതമാകുകയില്ല. ഹരി ഓം സത്ത്.